ഹായ് ഗായ്സ്, ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുന്ന ആരെയാണ് നിങ്ങൾ കാണണോ? ചാരടാ അങ്ങോട്ട്. നമ്മൾ ഇന്നൊരു മേക്കപ്പിൻ്റെ പുറകിലാണ്. ചമയവിളക്കിന് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാം. ഓൾറെഡി നിത്യ ത്രെഡ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒന്ന് നീളം കുറച്ചാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഇച്ചിരി വീതി കുറയ്ക്കാമെന്ന് വിചാരിച്ചു. പിടിച്ചു, വലേച്ച് പിടിച്ചോ. അടുത്തത് നമ്മൾ സാരി ഉടുക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. സാരിയല്ല, നമ്മൾ സെറ്റ് മുണ്ടാണ് ഉടുക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം സാരി പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ പോലും നമ്മുടെ സമയക്കുറവ് കാരണം നമുക്ക് ബ്ലൗസൊന്നും സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ റെഡി ടു സ്റ്റിച്ച് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ സെറ്റ് മുണ്ടും എടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം ബ്ലൗസ് ഈ ഒരു ടൈപ്പ് ഓഫ് ബ്ലൗസാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയത്. അങ്ങനെ പിന്നെ കസവിൻ്റെ തന്നെ ഒരു സെറ്റ് മുണ്ടുമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മേക്കപ്പ് കണ്ണ് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൊക്കെ എഴുതി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സുന്ദരി ആയിട്ടുണ്ടായിരുന്നു. ഈ ജെൻസിന് പൊതുവേ മേൽച്ചുണ്ട് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇവന് മേൽച്ചുണ്ട് നല്ലതായിട്ട് കുറവായിരുന്നു. പിന്നെ ഞാൻ ലിപ്പൊക്കെ ഇങ്ങനെ വരച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഹെയറൊക്കെ വെച്ച് നന്നായിട്ട് അവന് മുടിക്ക് കുറച്ച് നീളമുള്ളത് കൊണ്ട് ഹെയറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ എന്നാൽ അതിനകത്തൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രോബ്ലം ഹെയർ ആയിട്ടാണ് തോന്നിയത്. ഹെയറും കൂടെ അടിപൊളിയായിരുന്നുണ്ടെങ്കിൽ സൂപ്പറായെന്ന് എനിക്ക് തോന്നി. പിന്നെ സെറ്റ് മുണ്ടൊക്കെ ഉടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു പെൺപിള്ളേർക്ക് ഉടുക്കുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് ഉടുക്കാൻ പറ്റി. ആ ഒരു ഞുറവും ആ ഒരു പ്ലീറ്റ്സും ഒക്കെ നല്ല പക്കയായിട്ട് തോന്നുന്നു. എനിക്കൊന്ന് ഹൈറ്റ് അത്ര ഉള്ളതുകൊണ്ടായിരിക്കണം. പിന്നെ നമുക്ക് മുല്ലപ്പൂവൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് ഒരു അസിൽ പെൺകുട്ടി തന്നെ. ജ്യോതിഷം മാറി അതങ്ങോട്ട് ജ്യോതിയായി. ഏതായാലും ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചാണ് നമ്മൾ കൊറ്റംകുളങ്ങരയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും ക്രൗഡ് വിചാരിച്ചിരുന്നില്ല. ക്രൗഡ് ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. കാര്യം അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യുന്ന മേക്കപ്പ് കൊടുത്തത്. ഏതായാലും അവിടെ ചെന്നപ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൗഡായിരുന്നു. പക്ഷെ ഭംഗിയായിട്ട് തന്നെ ചടങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റി. ചമയവിളക്ക് എടുത്ത് 3 തവണ വലം വയ്ക്കണം. ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കണം, ദേവിക്ക് വലം വയ്ക്കണം. പക്ഷേ ഈ വലം വയ്ക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. കാര്യം ഒരുപാട് തിരക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വലം വയ്ക്കണം. അങ്ങനെ വലം വെച്ച് നേർച്ചയൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രണ്ട്സും ഒക്കെ ചേർന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.